നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൾ അപ്രൂവ് ചെയ്ത പാക്കറ്റുകളിലായിരിക്കും ഇനി നമ്മുടെ പ്രോഡക്റ്റ് ഫിൽ ചെയ്യാൻ പോകുന്നത്. ആണോ? ജഗനുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നേക്കോ? അതുപോലെ അന്ന് പാചക മത്സരത്തില് മോളുണ്ടാക്കിയ റെസിപ്പി ഉണ്ടല്ലോ, അതിന്റെ ചേരുവ ചാമ സ്പൈസസ് എന്ന പേരിൽ മാർക്കറ്റിൽ ഇറങ്ങും. മോൾക്കായിരിക്കും അതിന്റെ ഫുൾ ചാർജ്. താങ്ക് യു അച്ഛാ. കമ്മിറ്റി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം GM മോൾക്ക് ബ്രീഫ് ചെയ്ത് തരും. അപ്പൊ ഐശ്വര്യമായിട്ട് ഒരു ഷേക്ക് എന്നാട്ടെ. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നിങ്ങൾ റെസ്റ്റ് എടുക്കും. ഞാനും ആദ്യം ഓഫീസിലേക്ക് പോവാ. അരുൺ നേരത്തെ ഇറങ്ങി. ശരി അച്ഛാ. അമ്മേ, ജയന്റെ അടുത്ത് വന്നില്ലേ? ഇന്നോ നാളെയോ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ഏട്ടാ. ശരി എന്താ എന്താടാ കൈ മുറിഞ്ഞ പോലെ? ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലേ അച്ഛാ? അമ്മേ ഇത് നോക്കി. എന്താടാ ഇത്? അത് കൈയൊന്നും ഉറഞ്ഞതാ. മോളെ, നിനക്കിതിനെ കുറിച്ച് വല്ല അറിയോ? കൈ ഉറഞ്ഞതോ? കൈ ഉറയുന്ന ഇങ്ങനെയാണോ? ഏട്ടാ എന്താ മോനെ? എന്താ ശ്യാമേ, എന്താ സംഭവിച്ചേ? പറയാൻ. അതേട്ടാ, അവിടെ ആരോ അഖിൽ സാറിനെ അപായപ്പെടുത്താൻ നോക്കിയതാ. ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? അമ്മേ, കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല. അവർക്ക് ആള് മാറിയതാ. ആരാള്? നീ പോലീസ് റിപ്പോർട്ട് ചെയ്തോ? മുഖം മൂടി വെച്ചിരുന്നു, അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമില്ല. അച്ഛത് സാരമില്ല, ഒരു കുഴപ്പമില്ല. നിനക്ക് ആരാ മോനെ ശത്രുക്കള്? എന്താ ഇങ്ങനെയൊക്കെ? അമ്മ വിഷമിക്കണ്ട. അഖിൽ സാർ പറഞ്ഞ പോലെ ആള് മാറി സംഭവിച്ചതായിരിക്കും. എല്ലാം കഴിഞ്ഞല്ലോ. അച്ഛാ, ഏട്ടാ നിങ്ങൾ പോയിട്ടോ. ഓഫീസിലെത്താൻ ടൈമായില്ലേ? പോയിട്ടോ. അച്ഛാ, ഏട്ടാ ഒരു മിനിറ്റ്. അച്ഛാ, ഏട്ടാ അതെ ശരി അച്ഛാ. ശരി. അഖി, ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് പേടിയാവുന്നു മോനെ. വിഷമിക്കാതമ്മേ, ഇതൊക്കെ സില്ലി തിങ്സ് അല്ലേ. ഒന്നുമില്ല, അവർക്ക് ആള് മാറിയതാ, ഞാൻ പറഞ്ഞില്ലേ. ഐശ്വര്യടുത്തേ പ്രസാദം. എന്നെ ഇവിടെ സംശയിക്കാൻ പാടില്ല. സ്നേഹത്തോടെയൊക്കെ നിൽക്കാം. ചെങ്കൽ ക്ഷേത്രത്തിലെ പ്രസാദ് ഇടാൻ പറ്റാന്ന് വെച്ചാ അതൊരു ഭാഗ്യം. ഇട്ടോളൂ ശ്യാമേ. എന്തായാലും എഴുതി, ആക്രമിക്കാൻ വന്നത് ആരായാലും അയാൾക്ക് ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? അല്ല, അത് കേട്ടപ്പോ എടുത്തിന്താ ഞെട്ടുന്നേ? എടുത്തിടെ ഞെട്ടല് കണ്ടാ തോന്നും എടുത്തേക്ക് അറിയാവുന്ന ആരാണ് വന്നതെന്ന്. ഞാൻ ഞെട്ടിയൊന്നുമില്ല. അവർക്കിട്ട് അടി കിട്ടിയെന്ന് കേട്ടപ്പോ സന്തോഷം കൊണ്ട് ഞെട്ടിയതാ. ശരി മോളെ, ഞാൻ ഈ പ്രസാദം പൂജാമുറിയിൽ വെച്ചിട്ട് വരാം. ശരി അമ്മ. പുണ്യം ചെയ്ത കൈകൊണ്ടാ എനിക്ക് കുറിയിടുന്നേ. ഇതിപ്പരം ഭാഗ്യം വേറെ എന്തുണ്ട്? നിങ്ങൾ വിഷവാ. നല്ല ആൾക്കാരെ പോലും നിങ്ങളുടെ കൂടെ ചേർന്നാ കെട്ടുവോ? അമൃത അടുത്തേക്ക് സംഭവിച്ചത് അത് തന്നെയാ. സർ വേണ്ട, പ്ലീസ്. എടുത്തേ,
എടുത്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടുത്ത് ഒന്ന് പോവോ? എന്നെ വിഷമൊന്നും വൃത്തികെട്ടവളെന്ന് വിളിച്ചിട്ട് എല്ലാം കേട്ടിട്ട് ഞാനങ്ങ് പോണോന്നോ? അഖി, നീ എന്നെ ഭരിക്കാറൊന്നും ആയിട്ടില്ല. അതെനിക്കറിയാം. എന്റെ ചേട്ടനെ കൊണ്ട് സാധിക്കാത്തത് എന്നെ കൊണ്ട് സാധിക്കോ? പക്ഷെ ഒരു കാര്യം, ഇനിയുള്ള കണ്ണീര് കുടിപ്പിക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഈ കല്യാണം മുടങ്ങണമെന്നല്ല മനസ്സില്. ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. 15-ാം തീയതി നേരം വെളുക്കുമ്പോ ഞാൻ ഇവളുടെ കഴുത്തി വീണ്ടും താലി കെട്ടിയിരിക്കും. അതിനിടയിൽ എന്തെങ്കിലും ഉടായിപ്പോയിട്ട് വന്ന എന്താ എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ? എന്താക്കി? എന്താ ഐശ്വര്യ? ഒന്നുമില്ലമ്മേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി തരണം, അത്ര തന്നെ. എന്തൊക്കെയാ നീ പറയുന്നേ? എന്താ കാര്യം? ശ്യാമ, എന്താ? അമൃതയെടുത്ത് ദേഷ്യം കാണിച്ചതിനെ പറ്റി സംസാരിക്കായിരുന്നു. അമ്മ, എന്റെ അനിയന്റെ സ്ഥാനമല്ലേ ഇവന്? ഇവൻ പറയുവാ ഞാൻ വിഷമാണെന്ന്. ഞാനാ അമൃതയെടുത്തിയെ ഈ ശ്യാമയായിട്ട് തെറ്റിക്കുന്നേന്ന്. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. മതി, നിർത്ത. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തല തിരിഞ്ഞു വരികയാണല്ലോ. മുമ്പ് അച്ഛന്റെയോ എന്റെ മുന്നിൽ വെച്ച് മക്കൾ ആരും ഉച്ചത്തിൽ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഇപ്പതാ ഞാൻ നിൽക്കുന്ന കണ്ടിട്ട് ബഹളം വെക്കുക. സോറി അമ്മ, സോറി. അമ്മ, എന്റെ ക്യാരക്ടറിനെ ആക്കി ഇടിച്ചു താഴ്ത്തി സംസാരിച്ചു. അതിന്റെ ഒരു വിഷമത്തില് പറഞ്ഞു പോയതാ. ദേ, ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. വിവാഹത്തിന് ഇനി 3-4 ദിവസമേ ഉള്ളൂ. ഇവിടെ അമൃതയ്ക്കെന്നല്ല, ആർക്ക് വിഷമമായാലും ഞാൻ അതൊന്നും കാര്യമാക്കില്ല. ഈ വിവാഹം അങ്ങേയറ്റ സന്തോഷത്തോടെ നടത്തും. അതുവരെ ഈ വീട്ടിലാരും ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. കാത്തിരുന്നു തള്ളേ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദേ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. കേട്ടമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. സോറി അമ്മേ. അമ്മേ, സോറി. ഞാനും ശ്രദ്ധിച്ചോളാം. പോട്ടെ, ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്. സർ, എനിക്കെന്തോ ഒരു പേടി തോന്നുക. ഒന്നും പേടിക്കാതോ, ഞാനല്ലേ തന്റെ കൂടെ. സാർ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറയോ? ഞാനില്ലേ തന്റെ കൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.